ചങ്ങായിമാരെ, അപ്പോൾ നമ്മുടെ ദീപക്കിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പുതിയൊരു ആരോപണം വന്നിട്ടുണ്ട്. അതായത് ബസ്സിൽ നിന്ന് റീലെടുത്ത പെണ്ണിന് ഹണി ട്രാപ്പുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തന്നെ പറയുന്നുണ്ട് അതിന് ഹണി ട്രാപ്പുമായിട്ട് എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ. പക്ഷേ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല ആ പെണ്ണ് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കൊരിക്കലും എന്താ പറയണ്ടേ അറിയാണ്ട് പറയാൻ പറ്റില്ല. അറിയാണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ ചിലപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങുന്നൊരവസ്ഥയാണ്. പക്ഷേ എത്രമാത്രം അതിന് അതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അത് ഇനിയിപ്പോൾ അന്വേഷിച്ചാൽ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. 45,000 ഉറുപ്പ്യ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ആരുടെയോ ഒരു ഭീഷണിയിൽ അത് പോയിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ചെറിയൊരു സംശയമായിട്ടും തോന്നുന്നുണ്ട്. കാരണം ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചിട്ട് 5-6-7 വീഡിയോസ് എങ്ങാനാണ് ഈ ബസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ പിടിച്ച് പബ്ലിഷ് ചെയ്തത്, ഒരു റീലിൽ പബ്ലിഷ് ചെയ്തത്. അതും പെണ്ണായതുകൊണ്ട് മാത്രം അവൾക്ക് അത്രയും ധൈര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേര് അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, സംവാദവും അതിലൊക്കെ. അതായത് ചെയ്തത് തെറ്റാന്ന് അറിഞ്ഞിട്ടും അതിനെ അനുകൂലിച്ചിട്ട് സംവാദം വരെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിലും വൃത്തികെട്ട പരിപാടി വേറെയില്ല. അതിവിടെ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെയില്ല പകുതി മുക്കാൽ പെൺകുട്ടികൾക്കും ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് കളിയില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി, അവരുടെ ഭാഗത്താണ് നിയമം, അവർ എന്ത് ചെയ്താലും പിടിക്കപ്പെടില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഇടക്ക് കണ്ടുവരുന്നത്. ഇതിൽ കണ്ടുവരുന്നത് കാര്യം അത് തന്നെയാണ്. കാരണം ഈ പാവം അത്രയും സാധുവായൊരു മനുഷ്യൻ എന്താ പറയണ്ടേ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം നേരിട്ട ആ ഒരു മാനസിക സംഘർഷം ഇപ്പം കാണുന്നില്ലേ. ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വെച്ച് കൂട്ടുന്നതാണെങ്കിൽ ഇതിലെന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. പക്ഷേ കേസന്വേഷണം എത്രമാത്രം അട്ടിമറിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം പണം എറിഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. കാരണം ഒരുപാട് പാർട്ടിയിൽ ഉള്ളവരും ഇതിന് മുന്നേയുള്ള എന്താ പറയേണ്ട ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു പെണ്ണാണ് ഈ ഒരു പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഒക്കെയുള്ള എന്താ പറയേണ്ട സഹകരണവും കാര്യങ്ങളും രക്ഷപ്പെടുത്താൻ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം മാക്സിമം രക്ഷപ്പെട്ട് വരാനാണ് സാധ്യത. കാരണം ജാമ്യ അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സംസാരിച്ചത് കൊണ്ട് ആ ഒരു അന്വേഷണം ആയിട്ടത് കൊണ്ടുപോയി, അന്വേഷണവും അറസ്റ്റും ആയിട്ടൊക്കെ കൊണ്ടുപോയി. പക്ഷേ എന്ന് വെച്ചാൽ ഈ പാർട്ടി ഹോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ ജാമ്യം കിട്ടാൻ വേണ്ടി ജാമ്യത്തിന് കെട്ടിവെക്കാൻ പണമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് എന്താ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പാവം മനുഷ്യന് നീതി കിട്ടുക എന്നുള്ളത്, ആ കുടുംബത്തിൻ്റെ കണ്ണീരും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.